ഇതൊരു ഹോം മെയ്ഡ് ന്യൂട്ടല്ലയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട്. ഈ കപ്പലിന് നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിതിനെ നന്നായിട്ട് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ. അപ്പോൾ ഇതിവിടെ കുറച്ച് ചൂടായി പതിയെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഒരു പാത്രം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിലാണ് ചോക്ലേറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെയൊക്കെ നന്നായിട്ട് ചൂടാറി നമ്മളതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര മാത്രം പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലിൻ്റെ ആഡ് ചെയ്ത് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് പലവട്ടം മിക്സിയിലൊന്ന് കറക്കി എടുക്കുമ്പം ഈ തരികളായത് നമുക്ക് കുറച്ച് കുഴഞ്ഞ് ആ പാകത്തിന് വരും. ഓരോ പ്രാവശ്യം എടുക്കുന്തോറും ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കുഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ 1-2 വട്ടം കറക്കിയെടുക്കാം. കറക്കുന്തോറും ഇത് കുറച്ച് ഇങ്ങനെ ലൂസായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ ന്യൂട്ടല്ലയായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.